ഹായ് പ്രിയപ്പെട്ടവരെ, പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എറ്റിയോളജി ഓഫ് മെൻ്റൽ ഇൽനെസ്. എറ്റിയോളജി ഓഫ് മെൻ്റൽ ഇൽനെസ്, മാനസിക രോഗങ്ങൾക്കുള്ള കാരണങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, മാനസിക രോഗത്തിന് ഒരു പ്രത്യേക കാരണമൊന്നും പറയാനില്ല. ഒരുപാട് കാരണങ്ങൾ കൂടിച്ചേർന്നാണ് പലപ്പോഴും മാനസിക രോഗം ഉണ്ടാകാറുള്ളത്. നമ്മൾ പഠിക്കുമ്പോൾ പല അസുഖങ്ങളുടെയും എറ്റിയോളജി അൺനോൺ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊതുവായിട്ട് മാനസിക രോഗം ഉണ്ടാവാൻ സാധ്യതയുള്ള കാരണങ്ങൾ, അതിന് കോസേറ്റീവായിട്ട് നമ്മൾ പറയപ്പെടുന്ന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. സോ മെനി ഫാക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കോസേഷൻ ഓഫ് മെൻ്റൽ ഇൽനെസ്. മെൻ്റൽ ഇൽനെസ്സിൻ്റെ കാരണമായിട്ട് പല ഫാക്ടേഴ്സും പറയുന്നുണ്ട്. ദീസ് ഫാക്ടേഴ്സ് മേ പ്രിഡിസ്പോസ് ആൻ ഇൻഡിവിജ്വൽ ടു മെൻ്റൽ ഇൽനെസ്. അത് പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സ് ആവാം, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ആവാം, പെർപ്പച്വേറ്റിംഗ് ഫാക്ടേഴ്സ് ആവാം. പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സ് ആവാം, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ആവാം, പെർപ്പച്വേറ്റിംഗ് ഫാക്ടേഴ്സ് ആവാം. അതാണ് 3 ഹെഡിങ്സിലാണ് നമ്മൾ ഈ ഫാക്ടേഴ്സിനെ പൊതുവെ പറയാറുള്ളത്. പ്രിഡിസ്പോസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ദീസ് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ആൻ ഇൻഡിവിജ്വൽസ് സസെപ്റ്റബിലിറ്റി ടു മെൻ്റൽ ഇൽനെസ്. ഒരാൾ മെൻ്റൽ ഇൽനെസ്സിന് എത്രത്തോളം സസെപ്റ്റബിൾ ആണ്, അയാൾക്ക് ആ മാനസിക രോഗം വരാൻ സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സാണ് പ്രിഡിസ്പോസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരാൾ മാനസിക രോഗിയാവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ജെനറ്റിക് മേക്കപ്പ്, ഒരാളുടെ ജനിതക ഘടന ആവാം, അയാളുടെ ജീൻസ് അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ പാരമ്പര്യം ആവാം. ഫിസിക്കൽ ഡാമേജ് ടു CNS, അതായത് അയാളുടെ തലച്ചോറിന് സംഭവിച്ച ക്ഷതങ്ങളോ ഡാമേജോ എന്തെങ്കിലും ആവാം. അഡ്വേഴ്സ് സൈക്കോസോഷ്യൽ ഇൻഫ്ലുവൻസ്, മാനസികവും സാമൂഹികവുമായ എന്തെങ്കിലും ഇൻഫ്ലുവൻസസ്, അവർക്ക് കിട്ടിയ എന്തെങ്കിലും ഇൻഫ്ലുവൻസസും ആവാം. ഇതെല്ലാം പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അടുത്തത് നമുക്ക് പറയാനുള്ളത് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സിനെ പറ്റിയാണ്. എന്താണ് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്? ദീസ് ആർ ഈവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഷോർട്ട്ലി ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് ദ ഡിസോർഡർ ആൻഡ് അപ്പിയർ ടു ഹാവ് ഇൻഡ്യൂസ്ഡ് ഇറ്റ്. അതായത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പായിട്ട് സംഭവിക്കുക, ഒരു അസുഖത്തിന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടേഴ്സിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് മാനസിക രോഗം വരാനുള്ള സാധ്യത നിലനിൽക്കെ തന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും അയാളിൽ മാനസിക രോഗം തുടക്കമിടുന്നത്. അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. ദീസ് ആർ ഈവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഷോർട്ട്ലി ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് ദ ഡിസോർഡർ. തൊട്ട് മുമ്പായിട്ടുണ്ടാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാരണത്തിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ സ്ട്രെസ് ആവാം, ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ് ആവാം, എന്തെങ്കിലും അസുഖം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഷുഗർ കൂടുക, പ്രഷർ കൂടുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ അയാളുടെ ശരീരം തളർന്നു പോകുന്ന അല്ലെങ്കിൽ ശരീരത്തിന് പ്രത്യേക ഒരു സ്ട്രെസ് കിട്ടുന്നൊരവസ്ഥയിലാണ് മാനസിക രോഗം വരാനുള്ള ഒരു സാധ്യത പറയപ്പെടുന്നത്. ദെൻ സൈക്കോസോഷ്യൽ സ്ട്രെസ്, മാനസികമായും സാമൂഹികമായും ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, അതും രണ്ടും പെട്ടെന്ന് ഒരാളിൽ മാനസിക രോഗം ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത നിലനിർത്തുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. അടുത്തത് പെർപ്പച്വേറ്റിംഗ് ഫാക്ടേഴ്സ്. എന്താണ് പെർപ്പച്വേറ്റിംഗ് ഫാക്ടേഴ്സ്? ദീസ് ആർ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ അഗ്രവേറ്റിംഗ് ഓർ പ്രൊലോങ്ങിങ് ദ ഡിസീസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരാൾക്ക് മാനസിക രോഗം വന്നു, ആ വന്ന രോഗം തുടർന്ന് എത്ര കാലം നിലനിർത്താൻ സഹായിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ പെർപ്പച്വേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് മാനസിക രോഗം നിലനിൽക്കെ തന്നെ അതിനെ എത്രത്തോളം പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ്, അത് മാറാതെ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർപ്പച്വേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ സൈക്കോസോഷ്യൽ സ്ട്രെസ്, ഒരാൾ മാനസിക രോഗിയാണ്, മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നിരുന്നാൽ തന്നെയും അയാളുടെ മാനസിക രോഗം പൂർണ്ണമായി ഭേദമാകുന്നില്ല എന്ന് പലപ്പോഴും കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഫാമിലിയെ വിളിച്ചു വരുത്തി അവരുടെ ഫാമിലി സിസ്റ്റം മൊത്തം എക്സാമിൻ ചെയ്യുമ്പോഴാണ് അയാൾക്ക് ആ ഫാമിലിയിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ കൗൺസിലിംഗ് കൊടുത്ത ശേഷം, ഒരു ഫാമിലി തെറാപ്പിക്കൊക്കെ ശേഷം മാത്രമേ പലപ്പോഴും പല അസുഖങ്ങളും മാറിക്കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പെർപ്പച്വേറ്റിംഗ് ഫാക്ടറാണ്. സോ പെർപ്പച്വേറ്റിംഗ് ഫാക്ടർ ആർ ദോസ് ഫാക്ടേഴ്സ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ അഗ്രവേറ്റിംഗ് ഓർ പ്രൊലോങ്ങിങ് ദ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൽനെസ്. നിലവിലുള്ള അസുഖത്തെ നിലനിർത്തുകയോ അത് അഗ്രവേറ്റ് ചെയ്യുകയോ ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സാണ് പെർപ്പച്വേറ്റിംഗ് ഫാക്ടേഴ്സ്.
നമുക്ക് അപ്പം ഇങ്ങനെ 3 ഹെഡിങ്സിൽ പറയുമ്പോൾ തന്നെ നമുക്ക് എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സിനെ നമുക്ക് വേറെ ഒരു തരംതിരിവിലും കൂടി പറയാൻ സാധിക്കും, വേറൊരു ക്ലാസിഫിക്കേഷനിലും കൂടി പറയാൻ സാധിക്കും. ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബയോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ അടിയിൽ വരുന്നതാണ് 1 ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം. വാട്ട് വൺ ഇൻഹെറിറ്റ്സ് ഈസ് നോട്ട് ദി ഇൽനെസ് ഓർ ദ സിംറ്റംസ് ബട്ട് ഇറ്റ്സ് എ പ്രിഡിസ്പോസിഷൻ ടു ദ ഇൽനെസ് വിച്ച് ഈസ് ഡിറ്റർമിൻഡ് ബൈ ജീൻസ് ദാറ്റ് വി ഇൻഹെറിറ്റ് ഡയറക്ട്ലി. അതായത് നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ പാരമ്പര്യം എന്നത് മാനസിക രോഗത്തിൻ്റെ ഒരു പ്രധാന ഘടകമൊന്നുമല്ല. കാരണം പാരമ്പര്യമുണ്ടെങ്കിൽ മാനസിക രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ സാധ്യത മാത്രമാണ് ഹെറിഡിറ്റി കൊണ്ട് നമുക്ക് കിട്ടുന്നത്. മനോരോഗം വരാനുള്ള സാധ്യത മാത്രമാണ് ഹെറിഡിറ്റി കൊണ്ട് കിട്ടുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് എ പ്രിഡിസ്പോസിഷൻ ടു ഇൽനെസ്. അതായത് ഒരാളെ മാനസിക രോഗിയാവാൻ ഉള്ള സാധ്യത മാത്രമാണ് ജീനുകൾ നൽകുന്നത്. അത് ബാക്കി പ്രസിപ്പിറ്റേറ്റിങ്ങും അതുപോലെ തന്നെ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സിൽ ഒക്കെ പറയുന്ന പോലെ തന്നെ അപ്പോഴുണ്ടാകുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ സമൂഹം കൊടുക്കുന്ന അയാളെ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം ഒക്കെ ആയിരിക്കാം അയാൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യത. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫലഭൂയിഷ്ടമായ ഒരു മണ്ണ് അല്ലെങ്കിൽ ഒരു വിളനിലം, ആ നിലത്തിൽ ഫലഭൂയിഷ്ടമായതുകൊണ്ട് അവിടെ കൃഷി നന്നായി വളരണമെന്നില്ല. പക്ഷേ അവിടെ നമ്മളൊരു വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ മാത്രമേ ആ വിത്ത് മുളയ്ക്കുകയുള്ളൂ. അപ്പോൾ ഈ ഫലഭൂയിഷ്ടമായ മണ്ണിന് സമാനമായി നമുക്ക് ഇയാളുടെ ജനറ്റിക് പ്രിഡിസ്പോസിഷനെ പറയാൻ പറ്റും. ഒരു മണ്ണ് ഫലഭൂയിഷ്ടമായി കിടക്കുന്ന പോലെയാണ് അയാളുടെ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ. വേറാസ് ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു സൈക്കോസോഷ്യൽ സ്ട്രെസ്സ് നമ്മൾ കൊടുക്കുന്നതാണ് ഒരു വിത്ത് എന്ന് പറയുന്നത്. ആ വിത്ത് നമ്മളവിടെ ഇടുമ്പോൾ ആ മണ്ണിൽ നിന്ന് ഒരു ചെടി മുളയ്ക്കുന്നത് പോലെ പെട്ടെന്ന് മാനസിക രോഗം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഫലഭൂയിഷ്ടമായ ഒരു മണ്ണ് എന്നുള്ള ലെവലിൽ മാത്രമേ നമുക്ക് ഹെറിഡിറ്റിയെ കാണാൻ കഴിയുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ ഫാക്ടർ, ദാറ്റ് ഈസ് ഹെറിഡിറ്റി. അടുത്തത് ബയോകെമിക്കൽ ഫാക്ടേഴ്സ്. ഡിസ്റ്റർബൻസസ് ഇൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ബ്രെയിൻ ആർ കൺസിഡേർഡ് ടു ബി ദ കോസ് ഓഫ് സെർട്ടൈൻ സൈക്യാട്രിക് ഡിസോർഡേഴ്സ്. അതായത് ഈ ബയോകെമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ, അങ്ങനെ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് നമ്മളുടെ ബ്രെയിൻ ഫങ്ഷൻ നിലനിർത്തുന്നത്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഉണ്ടാകുന്ന ഇംബാലൻസ് ആണ് നമുക്കറിയാം സ്കീസോഫ്രീനിയ, മൂഡ് ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഇതുപോലെയുള്ള എല്ലാ അസുഖങ്ങൾക്കും കാരണമായി കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന മരുന്നുകളാണ് നമ്മളിപ്പോൾ കൊടുത്തതും അത് വിജയിച്ച് നിലവിൽ ആ ചികിത്സാ രീതി തുടർന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റർബൻസസ് ഇൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സംഭവിച്ചാലും മാനസിക രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇതാണ് വേറൊരു എറ്റിയോളജിക്കൽ ഫാക്ടറായിട്ട് പറയുന്നത്. അടുത്തത് പറയുന്നത് ബ്രെയിൻ ഡാമേജ്. ബ്രെയിൻ ഡാമേജ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബ്രെയിനിന് ഡയറക്റ്റ് ഇൻസൾട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻസൾട്ട് രണ്ട് രീതിയിലും വരാം. ഡയറക്റ്റായിട്ട് ഒരു ആക്സിഡൻറ്റ് ഇഞ്ചുറി വന്നു വരാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ളത് വരാം. ഇതാണ് കാരണങ്ങൾ പറയുന്നത്. ഒന്ന് ഇൻഫെക്ഷൻ, ബ്രെയിനിലേക്ക് പടരുന്ന ഏത് ഇൻഫെക്ഷനും. രണ്ട് ഇഞ്ചുറി, അതായത് ഡയറക്റ്റായിട്ട് ബ്രെയിനിനുണ്ടാകുന്ന ഏത് ഇഞ്ചുറിയും. അടുത്തത് ഇൻടോക്സിക്കേഷൻ, നമ്മൾ കഴിക്കുന്ന പോയിസൺസ് അല്ലെങ്കിൽ എക്സസ് ആയിട്ട് എടുക്കുന്ന മെഡിസിൻസ്, ഇതെല്ലാം ഇൻടോക്സിക്കേഷന് കാരണമാകും. അടുത്തത് വാസ്കുലാർ പ്രോബ്ലംസ്, അന്യൂറിസം പോലെയുള്ള വാസ്കുലാർ പ്രോബ്ലംസ്, AV മാൽഫോർമേഷൻസ് എല്ലാം ഈ വാസ്കുലർ പ്രോബ്ലംസിൽ പെടുന്നു. അടുത്തത് ചേഞ്ചസ് ഇൻ ദ ബ്ലഡ് കെമിസ്ട്രി, ബ്ലഡിലുണ്ടാകുന്ന ചേഞ്ചസ്. അപ്പോൾ അമോണിയ ലെവൽ, യൂറിയ ലെവലൊക്കെ ഹൈ എലിവേറ്റഡ് ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുപോലെ ചേഞ്ചസ് ഇൻ ബ്ലഡ് കെമിസ്ട്രി ക്യാൻ ബി എ കോസ്. ദെൻ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആൻഡ് മാൽന്യൂട്രീഷൻ. അപ്പോൾ മാൽന്യൂട്രീഷൻ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ വൈറ്റമിൻ B ഡെഫിഷ്യൻസി ഒക്കെ നിങ്ങൾക്കറിയാം അല്ലേ, നമ്മൾ ആൽക്കഹോളിസത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. തൈമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പം പേഷ്യൻ്റ് സൈക്കോസിസിലേക്ക് വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഡീമൈലിനേഷൻ അതുപോലുള്ള കാര്യങ്ങളെല്ലാം വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കാം. ന്യൂറൈറ്റിസ് വരാം. അപ്പോൾ അതുപോലെ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ബ്രെയിൻ അസോൾട്ടുകൾ. ദെൻ ഡീജനറേറ്റീവ് ഡിസീസസ് ലൈക്ക് ഡിമെൻഷ്യ. നമുക്ക് അറിയാം ഡിമെൻഷ്യ വയസ്സാകുന്ന അല്ലെങ്കിൽ ഒരു ഏജിങ് പാറ്റേണിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ബ്രെയിൻ അട്രോഫിയും ഡിമെൻഷ്യയും എല്ലാം മാനസിക രോഗത്തിന് കാരണമായി പറയാറുണ്ട്. ദെൻ എൻഡോക്രൈൻ ഡിസ്റ്റർബൻസസ് ലൈക്ക് ഹൈപ്പോതൈറോയിഡിസം ആൻഡ് തൈറോയ്ഡ് ടോക്സിക്കോസിസ്. തൈറോയ്ഡ് അബ്നോർമാലിറ്റി ഉള്ള
ആളുകളിൽ സഡൻ മൂഡ് സ്വിങ്സ് ആൻഡ് മൂഡ് ചേഞ്ചസ് ആൻഡ് ഡിപ്രഷൻ ഇതെല്ലാം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ബ്രെയിൻ ഡാമേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാരണങ്ങളാണ്. ദെൻ ഫിസിയോളജിക്കൽ ചേഞ്ചസ്, ശാരീരികമായി ഉണ്ടാകുന്ന സഡൻ ചേഞ്ചസിനും മാനസിക രോഗം ഉണ്ടാക്കാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാധ്യതയുള്ള ഒരാളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മെൻ്റൽ ഡിസോർഡേഴ്സ് ആർ മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ ഇൻ സർട്ടൻ ക്രിട്ടിക്കൽ പീരീഡ്സ് ഓഫ് ലൈഫ്, നെയിംലി പ്യൂബർട്ടി. നമുക്കറിയാം പ്യൂബർട്ടിയിൽ ദർ ഇസ് എ സഡൻ ചേഞ്ച് ഇൻ ദ ഹോർമോണൽ ലെവൽ ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ. പെട്ടെന്നാണ് ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ കുട്ടിയിൽ ഒരു സ്ത്രീ ഹോർമോൺസിൻ്റെ അതിപ്രസരം, അപ്സർജ് ഓഫ് ഈസ്ട്രോജൻ ഹാപ്പൻസ് ഇൻ ദ ഫസ്റ്റ് മെനാർക്കി അല്ലേ. അപ്പോൾ പ്യൂബർട്ടി ഒക്കെ വരുന്ന ആ സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് ദാറ്റ് ക്യാൻ ഓൾസോ ഹാവ് ഫിസിക്കൽ ആസ് വെൽ ആസ് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഓൺ ദ ഇൻഡിവിജ്വൽ. രണ്ട് രീതിയിലും അവർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതയും അത് മാനസിക രോഗമാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെൻസ്ട്രുവേഷൻ സമയത്ത് ദർ ഇസ് സൈക്ലിക്കൽ ആൾട്ടറേഷൻ ഓഫ് ഹോർമോണൽ ലെവൽ ഇൻ എ വിമൻ, ദാറ്റ് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ മെൻ്റൽ ഇൽനെസ്. ദെൻ പ്രഗ്നൻസി, ഡെലിവറി, പ്യൂർപെറിയം, നമുക്കറിയാം ഈ സമയത്തെല്ലാം ഒരു വിമൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ആൻഡ് കെയർ കിട്ടിയില്ലെങ്കിൽ ദാറ്റ് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ സൈക്കോട്ടിക് ബിഹേവിയർ ഓർ മെൻ്റൽ ഇൽനെസ്. ഇപ്പം പ്യൂർപെറിയം ഒക്കെ നമുക്കറിയാം, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, അതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും. ഇതെല്ലാം സഡൻ ഹോർമോണൽ ചേഞ്ചസുമായി ബന്ധപ്പെട്ടും സൈക്കോ സോഷ്യൽ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുന്ന കാരണങ്ങളാണ്. ഇൻഡിവിജ്വൽസ് മേ ബിക്കം മോർ സസെപ്റ്റബിൾ ടു മെൻ്റൽ ഇൽനെസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അവർക്ക് വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ദേ ആർ മോർ പ്രീഡിസ്പോസ് ടു, അവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ദെൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, എക്സാമ്പിൾ സ്പെസിഫിക് പേഴ്സണാലിറ്റി ടൈപ്സ് ആർ മോർ പ്രോൺ ടു ഡെവലപ്പ് സർട്ടൻ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമ്മൾ വരും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എന്നിരുന്നാലും ഇവിടെ പറയുന്നത് സ്കീസോയിഡ് പേഴ്സണാലിറ്റി, അതായത് റിസർവ്ഡ് ആൻഡ് അൺസോഷ്യൽ, ഒറ്റയ്ക്ക് ഇരിക്കാനും ആരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അവർ സ്കീസോഫ്രീനിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഉള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് മെൻ്റൽ ഇൽനെസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്ട്രെയിൻഡ് IPR അറ്റ് ഹോം, സ്ട്രെയിൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അറ്റ് ഹോം, ഷെയറിങ് ആൻഡ് കെയറിങ് കുറവാകുന്നൊരവസ്ഥ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വീട്ടിലത് ഷെയർ ചെയ്യാൻ പറ്റിയാൽ ഒരിക്കലും നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവും IPR വളരെ കുറവുമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് വേറൊരു സാധ്യത നിലനിൽക്കുന്നത്. ദെൻ പ്ലേസ് ഓഫ് വർക്ക്, സ്കൂൾ ഓർ കോളേജ്, നമ്മൾ എവിടെയൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആണെങ്കിൽ ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ എ പോസിബിലിറ്റി ഓഫ് ഔട്ട്ബ്രേക്ക് ഓഫ് മെൻ്റൽ ഇൽനെസ്. ദെൻ ഫോൾട്ടി ആറ്റിറ്റ്യൂഡ് ഓഫ് പാരൻസ് ആൻഡ് ചൈൽഡ്ഹുഡ് ഇൻസെക്യൂരിറ്റീസ്, അതായത് കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾക്കുള്ള ഫോൾട്ടി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അവർക്കുണ്ടാകുന്ന അതിപ്രതീക്ഷ അല്ലെങ്കിൽ തീരെ കെയർ ചെയ്യാതിരിക്കുക, ഇതുപോലെ കൂടുതൽ സമ്മർദ്ദം കുട്ടികൾ ചെലുത്തുക, കുട്ടികളെ അവരുടേതായ ഒരു ലെവലിൽ അവരെ ജീവിക്കാൻ വിടാതിരിക്കുക എന്നുള്ള ഒരുപാട് ആവശ്യമില്ലാത്ത സ്ട്രെസ്സും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഉപദ്രവങ്ങൾ, അവരെ അബ്യൂസ് ചെയ്യുന്നത് എല്ലാം മാനസിക രോഗത്തിന് കാരണമായി പറയുന്നുണ്ട്. അവിടെ ഓവർ പ്രൊട്ടക്ഷൻ ആൻഡ് റിജക്ഷൻ രണ്ടും പ്രശ്നമാണ്. അധികമായാലും അമൃതം വിഷം എന്ന് പറയാറില്ലേ, ഓവർ പ്രൊട്ടക്ഷൻ എന്നാണ്. അധികം പ്രൊട്ടക്ഷൻ ആയാലും പ്രശ്നമാണ്, അധികമായിട്ട് റിജക്റ്റ് ചെയ്താലും പ്രശ്നമാണ്. രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു കൺട്രോളും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള സ്വാതന്ത്ര്യവും അവർക്ക് നൽകി കൊടുത്തുകൊണ്ട് തന്നെ അവരെ ഒബ്സർവ് ചെയ്ത് അവർ തെറ്റായ വഴിക്ക് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഉറപ്പ് വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സോഷ്യൽ ആൻഡ് റിക്രിയേഷണൽ ഡിപ്രവേഷൻ, കുട്ടികളെ സമൂഹവുമായിട്ട് ഇടപഴകാൻ സമ്മതിക്കാതിരിക്കുക, അതുപോലെ തന്നെ അവരെ കളിക്കാൻ വിടാതിരിക്കുക, അവർക്ക് മാനസികോല്ലാസത്തിനുള്ള അവസരങ്ങൾ തടയുക, ഇതെല്ലാം മാനസിക രോഗത്തിന് കാരണമായി വരും. ദെൻ മാരേജ് പ്രോബ്ലംസ്, വളരെ കൂടുതലായിട്ട് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാരേജ് പ്രോബ്ലംസ്. അതായത് കല്യാണം കഴിയുമ്പോൾ രണ്ട് വ്യക്തികൾ അതുപോലെ തന്നെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒന്നുചേരലാണ് അവിടെ സംഭവിക്കുന്നത്. കൾച്ചറലി ആൻഡ് സോഷ്യലി ദേ മൈറ്റ് ബി വെരി ഡിഫറൻറ്റ്. അപ്പോൾ അത് ഒന്ന് ചേരുന്ന ഒരു അവസ്ഥ, രണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് അവിടെ കൂടുതൽ നടക്കുന്നത്. ഒരാൾ വേറൊരാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അത് രണ്ട് പേരും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഉരസലുകളും അസ്വാരസ്യങ്ങളും ഉടലെടുക്കും. അപ്പോൾ പലപ്പോഴും ഒരു 90% മാരേജിലും ആദ്യത്തെ ഒരു 5-6 മാസം വളരെ സ്ട്രെസ്ഫുൾ ആൻഡ് സ്ട്രെയിൻഫുൾ ആയിരിക്കും.
and then later on they will identify each other and they will try to adjust with each other. അത് അവിടെ സംഭവിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും അത് പ്രശ്നത്തിലേക്ക് എത്തും. കൂടുതലായിട്ടും ഇപ്പം ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത വ്യക്തികളും അതുപോലെ തന്നെ ആൽക്കഹോളിസം, സബ്സ്റ്റൻസ് അബ്യൂസ് അതുപോലെയുള്ള പാർട്ട്ണർമാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ വൾഗറായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് സെക്ഷൽ ഡിഫിക്കൽട്ടീസ്. സെക്ഷലായിട്ടുള്ള പ്രോബ്ലംസ് ക്യാൻ ഓൾസോ ഹാവ് റിസൾട്ട് ഇൻ ദിസ് മെൻ്റൽ ഇൽനെസ്. ദെൻ സ്ട്രെസ് ആൻഡ് ഫ്രസ്ട്രേഷൻ. ഭയങ്കര സമ്മർദ്ദം, ജോലി സ്ഥലത്തായാലും എവിടെയായാലും ഭയങ്കര സമ്മർദ്ദം, നമുക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ ദാറ്റ് കൈൻഡ് ഓഫ് എ ഫ്രസ്ട്രേഷൻ. ദെൻ ക്ലൈമറ്റ് ആൻഡ് സീസണൽ വേരിയേഷൻ. ചില ഡിസോർഡേഴ്സ് ക്ലൈമറ്റ് ആൻഡ് സീസണൽ വേരിയേഷനിൽ കണ്ടുവരുന്നത്, പ്രത്യേകിച്ചും സൈക്ലിക്കൽ മൂഡ് ഡിസോർഡേഴ്സ് ആർ ദെയർ. ചില കാലാവസ്ഥയിൽ ചില ആൾക്കാർ വളരെ ഡൗൺ ആയിരിക്കും. പ്രത്യേകിച്ചും ഇപ്പം ഈ ഡിം ലൈറ്റുള്ള കാലാവസ്ഥ, ലൈറ്റ് കുറവായ കാലാവസ്ഥകളിൽ മൂഡ് ഡിസോർഡേഴ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ആൻഡ് സീസണൽ വേരിയേഷൻസ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സം പീപ്പിൾ ഇൻ കോസിങ് മെൻ്റൽ ഇൽനെസ്. അടുത്തത് പറയുന്നത് സോഷ്യൽ ഫാക്ടേഴ്സാണ്. ഇത് വളരെ കൂടുതലായിട്ട് നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഒന്ന് പോവർട്ടി, അല്ലേ? ദാരിദ്ര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് സ്ട്രെസ് ഉണ്ടാക്കുകയും മാനസിക രോഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ദാരിദ്ര്യമായി കൂട്ടിക്കെട്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ജോലി ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുകയും ആ വ്യക്തിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളും സംജാതമാവുന്നു. അടുത്തത് മൈഗ്രേഷൻ. നമ്മൾ ഒരു രാജ്യത്തു നിന്നും വേറൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും അവിടുത്തെ കൾച്ചറും അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. സോ ആ സമയം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് മാനസിക രോഗം ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അർബനൈസേഷൻ, അതായത് നമ്മളെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്, അർബനൈസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എല്ലായിടത്തും പട്ടണം ഇങ്ങനെ പടർന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഗ്രാമപ്രദേശങ്ങളിലൂടെയും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കൾച്ചർ, പരസ്പരം ഷെയറിംഗ് ഇല്ല, ഒരാൾ മറ്റൊരാളെ അറിയുന്നില്ല, അതുപോലെ തന്നെ അയൽപക്കങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുപോലെ എല്ലാവരും ഒരു യൂസ് ആൻഡ് ത്രോ ആറ്റിറ്റ്യൂഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും ഈ മാനസിക രോഗത്തിന് വളരെ കൂടുതൽ സഹായിക്കുന്ന ഒരു ഫാക്ടറായിട്ടാണ് പറയുന്നത്. അടുത്തത് ഗാംബ്ലിംഗ്, ആൽക്കഹോളിസം ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആൽക്കഹോളിസത്തിൻ്റെ കാര്യം. അതായത് ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചൂതാട്ടത്തിലൂടെ അതൊരു അഡിക്ഷനാണ് ഈ ഗാംബ്ലിംഗ് ഒക്കെ. അതിൽ നമ്മൾ പൈസ അധികം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ എല്ലാ സ്വത്തും അതിൽ നഷ്ടപ്പെടുകയും, അതുപോലെ തന്നെ ആൽക്കഹോളിസത്തിലൂടെയും അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ. ദീസ് ആർ ഓൾ സോഷ്യൽ പ്രോബ്ലംസ് ഓർ സോഷ്യൽ ഈവിൾസ്. ദെൻ ബ്രോക്കൺ ഹോംസ്, അതായത് അച്ഛനമ്മമാർ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ തെറ്റിപ്പിരിഞ്ഞ, അതുപോലെ തന്നെ ഡൈവോഴ്സ് ആയിട്ടുള്ള, ഇതെല്ലാം കുട്ടികളെ വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ മക്കളെ പറ്റി നന്നായിട്ട് ആലോചിക്കുകയും ഓർക്കുകയും ചെയ്യേണ്ടതാണ്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് what are the common etiological factors of mental illness. So my suggestion is study well, go through all these topics, and towards the end of each subject we will discuss the common questions and possible questions, and you can buy one or two very good question banks and start doing the questions every day. You try to do maximum number of questions, and this will enable you to tackle easily during the examination. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്. പക്ഷേ വെറും ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല, ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അതിനാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങളെ സഹായിക്കുന്നത്. ബാക്കി നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, ക്ലാസ്സുകൾ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്ത് മുഴുവൻ തീർക്കാൻ സാധിക്കുകയില്ല. നമ്മൾക്കൊരു ഡയറക്ഷൻ തരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളുടെ വർക്ക് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി ആ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ദയവായിട്ട് അറിയിക്കുക. അത് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റിൽ എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ID ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്കും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുവഴി നിങ്ങളുടെ സംശയങ്ങൾ മാറ്റിയെടുക്കുക. ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾക്ക് ഒരു സക്സസ്സിലേക്ക് ഒരു ഷോർട്ട് കട്ടുമില്ല. ഹാർഡ് വർക്ക് മീൻസ്
കോമ്പറ്റേറ്റീവ് എക്സാംസിന് അത് ഹാർഡ് വർക്ക് ചേഞ്ചസ് ഇൻ ടു സ്മാർട്ട് വർക്ക്. സോ യു ഹാവ് ടു ഡു വർക്ക് സ്മാർട്ട്ലി കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വിജയത്തിലേക്കുള്ള നിങ്ങളെ പാത വളരെ സുഗമമായിരിക്കും നിങ്ങളുടെ വർക്ക് ഹാർഡ് ആണെങ്കിൽ. സോ വർക്ക് ഹാർഡല്ലെങ്കിൽ പാത ഹാർഡായിരിക്കും. ഓക്കെ, താങ്ക് യു. സ്റ്റഡി വെൽ. കീപ് വാച്ചിങ് ദ ചാനൽ. താങ്ക് യു.